ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് രണ്ട് യൂട്യൂബ് ചാനൽ ആവശ്യമുണ്ടോ? എന്താണ് ഇതിന്റെ പ്രയോജനം? ഒരു ജിമെയിൽ ID വെച്ച് നമുക്ക് എങ്ങനെ മറ്റൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മെയിനായി നമ്മൾ രണ്ട് ടൈപ്പ് ടാർഗറ്റ് ഓഡിയൻസിനെ എല്ലാമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കണ്ടന്റ് രണ്ട് ടൈപ്പിലുള്ള കണ്ടന്റ്സ് എല്ലാം ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ചാനൽ ഉള്ളതാണ് നല്ലത്. രണ്ട് ചാനൽ ഉള്ളതിന്റെ ഗുണം എന്തെന്നാൽ, ഒരു ചാനൽ നിങ്ങൾ ടെക് വീഡിയോസ് എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ഒരു ചാനലിൽ നിങ്ങൾ കുക്കിംഗ് എല്ലാമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് വ്യത്യസ്ത ഓഡിയൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും മിക്സ് ചെയ്ത് ഒരു ചാനലിൽ ഇട്ടാൽ നിങ്ങൾക്ക് വ്യൂസ് നഷ്ടമാവുകയാണ് ചെയ്യുക. അതിനാൽ തന്നെ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സെപ്പറേറ്റ് രണ്ട് ചാനൽ തുടങ്ങുന്നതാണ് നല്ലത്. ഇനി രണ്ട് ചാനൽ ഉള്ളത് കൊണ്ടുള്ള മറ്റു പ്രയോജനങ്ങൾ നോക്കാം. പുതിയ ഐഡിയാസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് മറ്റൊരു ചാനൽ കൂടി ഉണ്ടെങ്കിൽ സാധിക്കും. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഒരു ചാനലിൽ ആയി എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ചാനൽ തുടങ്ങാം. നിങ്ങൾക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും തന്നെ ആദ്യത്തെ ചാനലിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് അടുത്ത ചാനൽ തുടങ്ങുന്നതാണ് നല്ലത്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഒരു ചാനലിൽ കൂടുതലായി ഫോക്കസ് ചെയ്യാനും അതിൽ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. എന്നാൽ മറ്റൊരു ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ചാനലിലും ഒരുപോലെ കൺസിസ്റ്റന്റ് ആയി വീഡിയോ ചെയ്താൽ മാത്രമേ ഇതിന് ഗ്രോത്ത് വരികയുള്ളൂ. ഇനി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് രണ്ട് ചാനൽ ഒരുപോലെ മാനേജ് ചെയ്യാനുള്ള സമയം അതുപോലെ കണ്ടന്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി രണ്ടാമതൊരു ചാനൽ കൂടി തുടങ്ങാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരേ ജിമെയിൽ ID വെച്ച് മറ്റൊരു ചാനൽ കൂടി തുടങ്ങുന്നത് എന്ന് നോക്കാം. നിലവിലുള്ള ID യൂസ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ ഒരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങുന്നതിന് ആദ്യം നിങ്ങൾ നിലവിലുള്ള യൂട്യൂബ് ചാനലിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിലായി നിങ്ങൾക്കൊരു പ്രൊഫൈൽ ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു പേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ ന്യൂ ചാനൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ ചാനലിന്റെ പേരാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിവേദ് ആക്കപ്പറമ്പിൽ വ്ലോഗ്സ് എന്ന് കൊടുത്തു. അതിനുശേഷം ഈ ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുക. ഇനി ക്രിയേറ്റ് എന്ന് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.